ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ തൃശ്ശൂരിനൊക്കെ തിരിച്ചെത്തിയിട്ട് അവിടെ കുറച്ചധികം നല്ല അടിപൊളി ഫുഡ് വ്ളോഗ്സ് ചെയ്തു, നല്ല ലോക്കൽ സ്ഥലങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്തിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വന്നത്. സോ അത് കണ്ടിട്ട് കുറേ പേര് ചേട്ടൻ ഞാൻ എറണാകുളത്ത് എന്താ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ചെയ്യാത്തതെന്ന്. സോ ഐ വോണ്ടഡ് ടു സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് ഇതുപോലെ വളരെ ഒരു അമ്മയും മോളോ ഒരു ഹസ്ബൻഡും വൈഫ് ആരും അങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്തിട്ട് വീട്ടിൻ്റെ ആ പരിസരത്ത് തന്നെ കണ്ട് വിൽക്കുന്ന നോൺ വെജ് എല്ലാം അഫോർഡബിൾ ആയിട്ട് വളരെ ടേസ്റ്റ് ഉള്ള സ്ഥലമാണെന്ന് കേട്ടത്. തൃപ്പൂണിപ്പേട്ടയുടെ അടുത്തം കണ്ട. സോ ജെഫ്രിൻ്റെ വീട്ടിൽ നിന്ന് വരും, അന്തു എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ മൂന്നുപേരും അവിടെ പോയി കഴിച്ചിട്ട് ഇന്ന് നമുക്ക് കൊച്ചിയിലെ ഒരു നല്ല ഹോം മെയ്ഡ് ലോക്കൽ ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാം. കുറേ കാലം എനിക്ക് ഭയങ്കര ക്രേവിങ് തന്നെ. എത്ര കാലം നമ്മളിങ്ങനെ ഒരു പ്രോപ്പർ ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കും, അങ്ങനത്തെയൊക്കെയല്ലേ ഉള്ളൂ. ഈ ഒരു ഇടയായിട്ട് ആർമാദിക്കുവാണ്. തൃശ്ശൂരാണെങ്കിലും ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും. എൻ്റെ കാറ് സർവീസിന് കൊടുത്തുകൊണ്ട് ഡ്രൈവർ വേദുവിനെ പിക്കാൻ പോകുന്ന വഴിക്ക് എന്നെ ഇവിടെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടിട്ടാണ് പോയത്. വേറെ ഒന്നുമല്ല, അന്തുവിൻ്റെ പുതിയ കാർ ഇട്ടിട്ട് ഇതുവരെ നമുക്കൊരു റോഡ് ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ല. അന്തുവിൻ്റെ കാറ് സത്യം പറയുകയാണെങ്കിൽ ഈ കാറ് ഇത്രയും സ്നേഹിച്ച് നോക്കുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. സത്യമായിട്ടും ഒരിക്കലും ആ കാറിൽ ഒരു പൊടി കാണില്ല. ഏറ്റവും വൃത്തിയുള്ള കാറ് വരുന്ന നോക്കിക്കുക, അതായിരിക്കും അന്തുവിൻ്റെ കാറ് വരുന്നത്. മഴയാണെങ്കിലും എന്താണെങ്കിലും അഴുക്ക് തരാൻ സാരമില്ലാത്തൊരു കാറാണ്. ഇതിൻ്റെ ലൊക്കേഷനൊന്നും നമുക്ക് ആരും അയച്ചു തന്നിട്ടുമില്ല, പറഞ്ഞു തന്നിട്ടുമില്ല. ലൊക്കേഷൻ അറിയാവുന്ന ആൾ വന്നിട്ടുമില്ല. അപ്പോൾ തപ്പി നടക്കുവാണ്. ഏതെങ്കിലും ചെറിയ ഇടവഴി കൂടെ പോകാനായിരിക്കും സാധ്യത. ആണോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഏത് കടയിൽ കയറി ചേട്ടാ ഇവിടെ വീട്ടിൽ ഊണ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫേമസ് ആണ്, പക്ഷേ സ്ഥലത്തിന് പേരൊന്നും അറിയില്ല ഹോട്ടലിൻ്റെ. ഗൈസ്, ഇത് ഇവിടെ കേരള സ്റ്റേറ്റ് വെയർ ഹൗസ് കോർപ്പറേഷൻ ഉണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഇതാണ് വീട്, വീട്ടിലെ ഊണ്. ആ കടയുടെ പേര് തന്നെ അത് തന്നെയാണ്, വീട്ടിലെ ഊണ്. ഒരു ചെറിയ സെറ്റപ്പാണ് വീട്ടിൽ, പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. റേറ്റ്സ് കണ്ട ഞെട്ടും കേട്ടോ, ഭയങ്കര റേറ്റ് കുറഞ്ഞാൽ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഈ റേറ്റിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്തായാലും ജെഫ്രും കൂടെ വന്നിട്ട് നമുക്ക് കയറാം, അല്ലെങ്കിൽ പിണങ്ങുവാണ്. കക്ക ഫ്രൈ 30, കിളിമീൻ ഫ്രൈ 30, കൊഴുവ വറുത്തത് 40, അയില 40, ബീഫ് റോസ്റ്റ് 50, പോർക്ക് റോസ്റ്റ് 50, ചിക്കൻ റോസ്റ്റ് 50, അയില മാത്രം 60. മീൽസ് വളരെ നോർമലാണ്. പപ്പടം, ഒരു വെജിറ്റബിള്, അച്ചാറ്, ചോറ്. ഇതെന്താ? മോര്, ഇത് മീൻകറി, സാമ്പാർ. 3 കറി ഇവിടെ വെച്ചിട്ടുണ്ട്, അൺലിമിറ്റഡ്. ഇതിന് എത്രയാവോ? 50 ആയിരിക്കും ഇതിന്. ദേ വരുന്നു. ആയിരിക്കും. എന്താ ലേറ്റ് ആയി? സാധാരണ ഫുഡിന് ലേറ്റ് ആവാത്ത ആളാണല്ലോ. ഇതെന്താ? ചിക്കൻ. ഓക്കെ, ബീഫാണ്. ചിക്കൻ ഫ്രൈയും കൂടെ വേണം. ഇതാണോ ഫ്രൈ? ഓക്കെ ഓക്കെ. നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നാലും ഫസ്റ്റ് ആയിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടാ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. സാധനം മീൻകറി എടുത്ത് ചോറിലേക്ക് ഇടുക. പപ്പടം ഇല്ല കേട്ടാ. ഓക്കെ, ഇതിമേ പോർക്ക് മാത്രം നോക്കട്ടെ. പോർക്ക് കണ്ട വീക്ക്നെസ് ആണ്. ഓക്കെ, കിട്ടില്ല. പോർക്ക് ഞാൻ ഒരെണ്ണം എടുക്കും, ഒരെണ്ണം കൂടെ പറഞ്ഞു കേട്ടാ. 50 രൂപയുള്ളൂ. കൊഴുവയ്ക്ക് 40. അന്ത് പറഞ്ഞത് കക്കറച്ചി സൂപ്പർ ഹിറ്റാന്നാണ്. സോ നമുക്ക് അതും ചോറിലും കണ്ട് തുടങ്ങാം. എന്തിനാ കക്കറച്ചിക്കോ? 30? പപ്പടം ഉണ്ടല്ലേ? അപ്പൊ കൊള്ളാം കക്കറച്ചി. പോർക്ക് വേണ്ടല്ലേ ഫ്രണ്ട്? സോ കക്കറച്ചി ചോറും എല്ലാം ഒരു പെപ്പർ ബേസ്ഡ് ആട്ടാ അല്ലേ? അതുകൊണ്ട് വേറെ വലിയ മസാലയുടെ അല്ല, നല്ല പെപ്പറിൽ വരട്ടിയെടുത്ത ടേസ്റ്റാണ്. ബീഫ് നോക്കട്ടെ കേട്ടോ. ബീഫ് റോസ്റ്റ്. ബീഫ് ഓ, സാധാരണ ഇങ്ങനത്തെ സ്ഥലത്ത് എല്ലായിടത്തും ഭയങ്കര മസാലയായിരിക്കും. ഇവിടെ അതല്ല, പെപ്പർ, എല്ലാം പെപ്പർ ബേസ്ഡ്, പക്ഷെ എല്ലാത്തിനും വേറെ മസാല. ഇനി കുറച്ച് ചിക്കൻ നോക്കട്ടെ. അതിൻ്റെ ഗ്രേവിയും
പീസും ഒരാൾക്കുള്ള പോർഷൻ ഉണ്ട് കേട്ടോ, സുഖമായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം, പപ്പടം, ചോറ്, ചിക്കൻ, ചിക്കനും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എനിക്ക് സാധാരണ ഫ്രൈയിൽ ഈ അരപ്പൊന്നും കാണില്ല, പക്ഷെ ഇതിൽ അരപ്പുള്ള ഫ്രൈ ആണ്. അത് കൊള്ളാമല്ലോ. എനിക്കൊന്നും ഭയങ്കര ഒത്തൻറ്റിക്കും ഭയങ്കര ഒരു 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 ഹോംലി മീൽസ് കിട്ടുന്ന ഒരു ഹിഡൻ ജെം തന്നെയാണിത്. തൻ്റെ വീടിന്റെ മുറ്റത്ത് എന്താ ഇതൊന്നും തുടങ്ങാത്ത? അതാണ് പറഞ്ഞ സത്യം. ജെഫ്രിന്റെ അമ്മ കിഡിലനായിട്ട് പോക്ക് കുക്ക് ചെയ്യും കേട്ടാ, പക്ഷെ വേറെ ആർക്കും കിട്ടില്ല. അതെ കണ്ട, ഒരുമിച്ച് പറഞ്ഞത് കണ്ട, അതാ വൈബ്. മീൽസും കഴിഞ്ഞിട്ട് ഒരു കഞ്ഞിവെള്ളം കുടിച്ച് ഇറങ്ങിയാൽ അപ്പുറത്ത് പോയാൽ പായസം കിട്ടും തോന്നുന്നു. ഈ തൃപ്പൂണിത്തറയിലൂടെ ഫേമസ് പായസക്കടയുണ്ട്, അറിയോ? തപ്പണം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പായസം കുടിച്ചു. ആ തൃശ്ശൂരിലെ പായസം കിഡിലെ ഊണായിരുന്നു ഇത്. ജെഫ്രിന് അവിടെ ബില്ല് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. എത്ര രൂപയാവുന്ന ഒരു ഐഡിയ ഇല്ല. എനിക്കൊന്ന് മാക്സിമം ബിലോ 500 ആയിരിക്കും. 3 പേര് കഴിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ. എത്രയായി? 370. അങ്ങനെയുണ്ട്. അതാണ് ചെറിയ ഇവിടെ വരുന്നത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അതാ ആവശ്യമുണ്ട് നമുക്ക്. ഞാൻ വെട്ടിക്കണ്ട പോവാ, നടന്നു പോലും. ഇനിയിപ്പോ പായസം കുടിക്കാം. എന്റെ വണ്ടി എടുത്ത വണ്ടി ഞങ്ങള് വെറുതെ കുറച്ച് 1 കിലോമീറ്റർ കറങ്ങി ചൂടത്ത് കറക്കാനായിട്ട്. പോയിട്ടുണ്ടോ? കൊള്ളാവോ? അത്ര ഉള്ളോ? അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നും ജെഫ്രി ഇങ്ങനത്തെ കഫേ വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ ചിരി നോക്കട്ടെ, ക്യൂട്ട്നെസ്. ഇതാരും അങ്ങനെ അറിയാത്ത സ്ഥലം ആയതുകൊണ്ട് സേഫ് ആണല്ലോ. 30% ഓഫും ഉണ്ട്. കറക്റ്റ് ജെഫ്രിൻ സജസ്റ്റ് ചെയ്ത സാധനമാണ്. ജെഫ്രിനും ജെഫ്രിന്റെ ഫ്രണ്ടും കൂടെ സ്ഥിരം കഴിക്കുന്നതാണ്. രണ്ടുപേരും കൂടെ ഒരു സ്പൂൺ. ഇത് ആ ചിരി. അതെ, കഴിക്കട്ടെ. സോ ഇത് ബാൻഷോ എന്ന് പറയുന്നതാണ്. സോ ഇറ്റ്സ് ലൈക്ക് വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കും. ആൻഡ് അകത്ത് അടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കഴിക്കുമ്പോ അറിയാം. ഇതെല്ലാം ഇട്ടിഞ്ഞ് മേത്തൊക്കെ വീഴ്ത്തും കേട്ടോ. അങ്ങനത്തെ ഒരാളാ ജെഫ്രി. അടിയിൽ വരെ പോണെന്ന്. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, കേക്ക് ഉണ്ട്, മിൽക്ക് വനില സ്പോഞ്ച് കേക്കും ഉണ്ട്, ചോക്ലേറ്റ് സ്പഞ്ചും ഉണ്ട്. ഭയങ്കര ഷുഗർ ഓവർലോഡ് ആണെങ്കിലും ആ വൈറ്റ് ചോക്ലേറ്റോടെ വന്നുകൊണ്ട് ഒരു മിൽക്കി ബാർ മെൽറ്റ് ചെയ്തതും കാഡ്ബറീസ് മെൽറ്റ് ചെയ്തതും അടിപൊളിയുണ്ട്. പക്ഷെ ഒരെണ്ണം വാങ്ങിയ 4 പേരെങ്കിലും വേണം. ഇതിന്റെ ഇടയിൽ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ക്രീം, വനില കേക്ക്, ചോക്ലേറ്റ് കേക്ക് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഷുഗർ ഓവർലോഡ് ആണ്, പക്ഷെ അൾട്ടിമേറ്റ് ഇന്റലിജൻസ് ആണ്. ഇതാണ് വനില കേക്ക് കണ്ടോ. ഓക്കെ, നമുക്ക് മറ്റേതൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാം സെറ്റ് ഉണ്ട്. ഒന്നും വിടാണ്ട് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ കാണാം. ഓക്കെ, ബൈ. അപ്പൊ അതെ വേദു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് വന്നതാണ്. നോക്കട്ടെ ആളെ എവിടെയെന്ന്. ഓ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആളെ കാണും? ഡോറ് തുറക്ക്. തുറക്കാൻ. ഹലോ. ഇതാണ് പരിപാടി. യൂണിഫോം. വേദു പറയുന്നത് വേദു കിങ് ആണ് കേട്ടാ. എല്ലാരും തുടങ്ങി സെയിം എന്റെ സ്വഭാവം. നാളെ എന്താന്ന് അഞ്ജു മാം പറഞ്ഞു സ്കൂളിൽ വരണ്ടെന്ന്. ആ അഞ്ജു മാമിനെ ഞാൻ വിളിക്കട്ടെ കേട്ടാ. ഗൈസ്, സോ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഷോപ്പിലേക്ക് പോകണം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ കുറച്ച് ഓണം ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടുള്ള ഷോപ്പിൽ. എന്തായാലും എക്സിബിഷന്റെ കാര്യം മറക്കരുത്. കാലിക്കറ്റ് നിന്ന് വരുന്നു. തൃശ്ശൂരിൽ August 30, 31 പാർക്ക് ആൻഡ് ബൈ റാഡിസൺ ഹോട്ടലിലാണ്, ഈസ്റ്റ് ഫോർട്ടിൽ. രാവിലെ 11 തൊട്ട് രാത്രി 8 മണി വരെ നമ്മളവിടെ കാണും. സോ എല്ലാവരും വരണം. ഞാൻ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം. പ്രേയം കാണും. ആൻഡ് അവിടെ കുറച്ച് ഓണം ഷൂട്ടും ഉണ്ട്. അതല്ലാതെ ഓണത്തിന്
നമ്മുടെ ജെഫ്രിൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആവുന്നുണ്ട്. ആരായിരിക്കും അതതിൻ്റെ റീൽ ഉടനെ വരും. അപ്പോൾ പ്രിയ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ആൻഡ് ഡയറക്ഷൻ വർക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഫുഡിന്റെ കുറച്ച് വ്ളോഗ് ചെയ്യാനാണ് വന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓണം കുറച്ച് കളക്ഷൻസ് ഉണ്ട്, പ്രിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ. എന്നിട്ട് നമുക്ക് ഫുഡിങ്ങിലേക്ക് പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. തൽക്കാലത്തേക്ക് ഫ്രഞ്ച് ടോസ്റ്റിൽ ഒരു ബൺ കഴിക്കുക. ആദ്യം തന്നെ ഓണം കളക്ഷനിൽ കാണിക്കുന്നത് ഒരു ലോങ് ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആയിട്ട്. ഇതില് ഇവിടെ ഫ്രണ്ടില് എംബ്രോയിഡറി വർക്ക് ഉണ്ട്, ആൻഡ് ഫ്രണ്ടില് പ്ലീറ്റ്സും ഉണ്ട്. താഴെ ലോങ് തിക്ക് ആയിട്ടുള്ള കസവ് ബോർഡർ ആണ്. അപ്പൊ ഇത് നമുക്കൊരു ഫ്ലോയി ഡ്രസ് ആയിട്ട് ഇടാം. ഓണം ഫീല് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം വേറെ സ്ഥലത്തൊക്കെ. ഇതൊക്കെ ഓക്കെ ആണെങ്കിലും സംഭവം എന്റെ സംഭവം തന്നെയാണ്. എന്ത് ഗൈസ്, ഷോപ്പില് ഞാൻ ഇത്രയും കുറെ നാളെ ആഗ്രഹിച്ച സാധനം നമുക്ക് ഒഫീഷ്യലി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൽ ഇതിന്റെ ഒറിജിനലും ഡ്യൂപ്പൊക്കെ തായ്ലൻഡിൽ കിട്ടും. ഞാൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടുപിടിച്ച് അവിടെ പോയി സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നാട്ടിലെത്തിച്ചതാണ്. സോ ഇനി തൊട്ട് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ ഇത് കാണും. ഞാൻ വ്ളോഗിന്റെ അവസാനം എന്താണ് നമ്മുടെ ഈ സാധനം എന്ന് പറയാം. എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആണിത്, അറിയോ? നമ്മൾ ആക്ച്വലി ഡ്രസ്സിന്റെ ആണെങ്കിലും പ്രിയ ഇവിടെ നമ്മുടെ അതിന്റെ കൂടെ ജ്വല്ലറിയും കൂടെ കേട്ടുന്നുണ്ട് കേട്ടാ. സോ നിങ്ങൾ വരണം. നമ്മുടെ ജ്വല്ലറീസ് ഒക്കെ നമ്മൾ കുറെയൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്, ഓണം കളക്ഷൻസ് ഉണ്ട്. എന്തായാലും കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് പ്രിയ. അടുത്ത് വന്നിട്ട് ഒരു കോളർ നെക്ക് ഡ്രസ്സാണ്. ഇതിന് ചെക്ക് കസവ് സ്ലീവാ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും സ്റ്റൈൽ ചെയ്ത ഒരു നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് മാലയിട്ട ഭയങ്കര ഭംഗിയായിരുന്നു ഇതിന്റെ കൂടെ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതില് ലാസ്റ്റ് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഏത് ഡ്രസ്സ് എടുക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. പ്രിയക്ക് വാങ്ങിയാണെങ്കിലും ആദ്യമേ ജെഫ്രിൻ കഴിച്ചിട്ട് പ്രിയ കഴിച്ചാൽ മതി. പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് സാധനം ഓർഡർ ചെയ്ത് വന്നു സാധനം. അതല്ല, നമ്മളിങ്ങനെ വണ്ണം വെപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതിനാണ്. ഞാൻ അതാ 2 എണ്ണം ആയിട്ടുണ്ട് ജെഫ്രിന്. ഓ എന്ത് വേണം, ഇരിക്കട്ടെ, ബട്ടറല്ലേ ഉള്ളൂ. വേണമെങ്കിൽ തിരിച്ചു വെച്ചോ. വലിയ ഷോ. ആ മിനിമം ഒരു 4 എണ്ണം അതിട്ട് വേണം ലഞ്ചിന് കൊണ്ടുപോയി. നമുക്ക് 31-ാം തീയതിക്ക് ശേഷം ചെയ്യാം. 1 മീൽ ഡേ എന്നാ പറയുന്നത്. അല്ല, 1 മീൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീല് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മീല് കഴിക്കുന്നു. ആ, ഇയാളായിട്ടാണ് ഈ റോഡ് ട്രിപ്പ് പോകാൻ പോകുന്നത്. അതെ, കഴിയില്ല. സോ ഗൈസ്, ഒരു ചെറിയ വ്ളോഗ് ആയിരുന്നു. ആൻഡ് ആ ഹോംലി മീൽസ് നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യണം, എറണാകുളത്തുള്ളവർ. ഇറ്റ്സ് വെരി നൈസ്. എല്ലാം ഒരു പെപ്പറി ഫ്ലേവർ ആണ്. ആൻഡ് നാളെ ഞാനും ജെഫ്രിനും കൂടെ ഒരു വാഗമൺ ട്രിപ്പ് പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 ഡേ വെറുതെ ഒരു മേക്ക് മൈ ട്രിപ്പിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഭയങ്കര റേറ്റിംഗ് 4.7 എങ്ങാണ്ട് റേറ്റിംഗ് ഉള്ള ഒരു ഹോം സ്റ്റേ. ആൻഡ് ദാറ്റ് ഇസ് കോസ്റ്റിംഗ് ലൈക്ക് 3,000 rupees വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 2 people. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓണം ഹോളിഡേസ് ഒക്കെ വരുമല്ലേ, ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ആൾക്കാർക്ക് ഇത് നല്ലതാണെങ്കിൽ ഐ തിങ്ക് സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. കാരണം വാഗമൺ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആക്ച്വലി ഒരു ഓപ്പൺ കിച്ചൺ മാത്രമല്ലാതെ വേറെ ഒന്നും അങ്ങനെ കഴിക്കാനോ കഫേസ് ഒന്നും ഇല്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എനിക്കൊന്ന് കുറച്ച് വല്ല റിസോർട്ട്സ് ആണ് അതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റ്സ് അല്ലാതെ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ആൻഡ് ടു സ്റ്റേ ഓൾസോ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. സോ ഇങ്ങനത്തെ പുതിയ പുതിയ ഹോം സ്റ്റേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. നമുക്ക് എറണാകുളത്ത് നിന്ന് പോകാനും എളുപ്പമാണല്ലോ. സോ എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ വാഗമണിലേക്ക് വിടുന്നതായിരിക്കും. എൻ്റെ വ്ളോഗായിരിക്കും അടുത്ത് വരുന്നത്. സോ അടുത്ത് എന്തായാലും ഒരു നല്ല വ്ളോഗിൽ കാണാം, നല്ലൊരു കുളിർമയുള്ള വ്ളോഗ്. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.